നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും നീ റിപ്ലേസ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഹോസ്പിറ്റൽ റെഡിയാക്കി, ഡോക്ടറും റെഡിയായി, ബട്ട് നിങ്ങളുടെ വീട് റെഡിയാണോ? മിക്കവരും ഇത് ശ്രദ്ധിക്കാറില്ല. ഓപ്പറേഷന് മുന്നേ തന്നെ ഈ 7 മാറ്റങ്ങളും ചെയ്യേണ്ടതാണ്. 1. ബെഡ്റൂം അപ്സ്റ്റേഴ്സിലാണെങ്കിൽ അത് താഴേക്ക് മാറ്റുക. തറയിൽ ഒരു കിടക്ക ഇട്ടിട്ട് മാത്രം കാര്യമില്ല. ബെഡ് മുട്ടിന്റെ ഹൈറ്റിൽ വരണം. അറ്റത്തിരിക്കുമ്പോൾ കാല് ഫ്ലാറ്റ് ആയി നിലത്ത് ടച്ച് ആകണം. മുട്ടുകൾ 90 ഡിഗ്രിയിൽ ഇരിക്കണം. ടു ലോ ആണെങ്കിൽ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാകും. ടു ഹൈ ആണെങ്കിൽ സേഫ്ലി ഇരിക്കാൻ പറ്റില്ല. 2. ബാത്റൂം ഫിക്സ് ചെയ്യുക. മോസ്റ്റ് ആക്സിഡൻസ് ഇവിടെയാണ്. ഇന്ത്യൻ ടോയ്ലറ്റ് ആണെങ്കിൽ റേസ്ഡ് വെസ്റ്റേൺ സീറ്റ് വാങ്ങുക. ടോയ്ലറ്റിന്റെ അടുത്തും ഷവർ ഏരിയാസിലും ഗ്രാബ് ബാർസ് ഇൻസ്റ്റാൾ ചെയ്യുക. നോൺ സ്ലിപ്പ് മാറ്റ്സ് ഇടുക. ഫ്ലോറിലുള്ള ബക്കറ്റ്സ്, സ്റ്റൂൾ, ലൂസ് ഐറ്റംസ് എല്ലാം മാറ്റുക. ബാത്റൂമിൽ തട്ടി വീഴാൻ ഒന്നും ഉണ്ടാകരുത്. 3. വീട്ടിലെ ലൂസ് റഗ്സ്, മാറ്റ്സ് എല്ലാം മാറ്റുക. ഡോർ മാറ്റ്, ഫ്ലോറിൽ വെച്ച പ്രെയർ മാറ്റ്, ഹാളിലെ ഡെക്കറേറ്റീവ് റഗ്. സർജറി കഴിഞ്ഞാൽ ആദ്യത്തെ ഫ്യൂ വീക്സ് കാല് പഴയതുപോലെ ചലിക്കില്ല. സ്ലിപ്പ് ആവാൻ സാധ്യതയുള്ള ഒന്നും വെക്കരുത്. 4. ഒരു കറക്റ്റ് ചെയർ സെറ്റ് ആക്കി വെക്കുക. പഴയ സോഫ ടു ലോ ആകാം. പ്ലാസ്റ്റിക് ചെയർ വളരെ അൺസ്റ്റേബിൾ ആണ്. ആംറെസ്റ്റ് ഉള്ള ഫേമായ കറക്റ്റ് ഹൈറ്റിലുള്ള ഒരു ചെയർ വേണം. നീ അധികം ബെൻഡ് ചെയ്യാതെ തന്നെ എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു ചെയർ. 5. പാത്വേസ് ക്ലിയർ ചെയ്യുക. ബെഡ്റൂം ടു ബാത്റൂം, ബെഡ്റൂം ടു കിച്ചൺ, ബെഡ്റൂം ടു ഫ്രണ്ട് ഡോർ. ഈ റൂട്ട്സിൽ ഒന്നും ഉണ്ടായിരുന്നു. ഷൂസ്, ഫേർണിച്ചർ, സൈഡ് ടേബിൾസ്, ഫ്ലവർ പോട്ട്സ്, കുട്ടികളുടെ ടോയ്സ് എല്ലാം മാറ്റുക. രാത്രി 3 മണിക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ആ ഡാർക്ക് കോറിഡോർ ഒബ്സ്റ്റക്കിൾ ഫ്രീ ആയിരിക്കണം. 6. കിച്ചൺ റീഅറേഞ്ച് ചെയ്യുക. ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാം, ടീ, ഷുഗർ, മെഡിസിൻസ്, പ്ലേറ്റ്സ്, ഗ്ലാസസ് കൗണ്ടർ ഹൈറ്റിലേക്ക് കൊണ്ടുവരിക. ഷോൾഡർ ലെവലിന് മുകളിലും ഒന്നും വേണ്ട, നീ ലെവലിന് താഴെയും ഒന്നും വേണ്ട. ബെൻഡിങ് ഇല്ല, റീച്ചിങ് ഇല്ല, സ്റ്റൂളിൽ കയറി നിൽക്കുന്നതുമില്ല. 7. റിക്കവറി സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുക. 1 സ്പോട്ട്. അവരുടെ ചെയർ അല്ലെങ്കിൽ ബെഡ് ആയിരിക്കാം. കൈ എത്തുന്ന ദൂരത്ത് ഫോൺ, ചാർജർ, വാട്ടർ ബോട്ടിൽ, മെഡിസിൻസ്, TV, റിമോട്ട്, ഒരു ബെൽ അല്ലെങ്കിൽ ഹെൽപ്പിന് വിളിക്കാനുള്ള എന്തെങ്കിലും. ഇതെല്ലാം സർജറി കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല. അവർ വീട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ റെഡി ആക്കേണ്ടതാണ്. കാരണം സർജറി എത്ര പെർഫെക്റ്റ് ആയാലും വീട് റെഡി അല്ലെങ്കിൽ ആ സർജറിയുടെ മുഴുവൻ വാല്യൂവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും നീ റിപ്ലേസ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റീൽ അവരുമായി ഷെയർ ചെയ്യുക.